നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അക്രമത്തിൽ അന്വേഷണം. ഹൈക്കോടതി വളപ്പിലെ സംഘർഷങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശയുമായി അഡ്വക്കേറ്റ് ജനറൽ. സംഭവത്തിൽ അഭിഭാഷകർക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കും വീഴ്ച പറ്റി. കോടതി പരിസരത്തെ അക്രമ സംഭവം ദൗർഭാഗ്യകരമെന്നും അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്നും AG സുധാകര പ്രസാദ്. യുവതിയെ കടന്നുപിടിച്ച ഗവൺമെന്റ് പ്ലീഡർ അറസ്റ്റിലായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതി അഭിഭാഷകർ വളഞ്ഞുവെച്ച് മർദ്ദിച്ചത് ഇന്നലെ ഉച്ചയോടെ. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ 3 ദൃശ്യമാധ്യമ പ്രവർത്തകർ ആശുപത്രിയിൽ. ഹൈക്കോടതിയിലെ മീഡിയ റൂം പൂട്ടിയും അഭിഭാഷകരുടെ ധിക്കാരം. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമപ്രവർത്തകർക്ക് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഉറപ്പ്. തെരുവ് യുദ്ധമായി മാറിയ സംഘർഷം ഹൈക്കോടതി ചരിത്രത്തിലെ കളങ്കിത അധ്യായം. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ വ്യാപക പ്രതിഷേധം. ഒഴിഞ്ഞാലും ഒഴിയാത്ത കേസ്. മുൻമന്ത്രി K. ബാബുവിനെതിരെ പുതിയ കേസിന് വിജിലൻസ് ശുപാർശ. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശുപാർശ. ബാർ ലൈസൻസ് നൽകിയതിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ബാർ ഹോട്ടൽ ഉടമകളുടെ പരാതി. ശുപാർശയെക്കുറിച്ച് പഠിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന് ബാബു. പദവിയിൽ തീരില്ല പ്രശ്നം. പദവി കൊണ്ട് തന്നെ ഒതുക്കാനാവില്ലെന്ന സന്ദേശവുമായി VSന്റെ ഇരുതല വാൾ പ്രയോഗം. റവന്യൂ കേസുകൾ വാദിച്ചിരുന്ന സുശീല ഭട്ടിനെ മാറ്റിയതിലെ VSന്റെ പ്രതിഷേധം ഒരേ സമയം സർക്കാരിനും പ്രതിപക്ഷത്തിനുമുള്ള മുന്നറിയിപ്പ്. സുശീല ഭട്ടിനെ മാറ്റിയതിൽ പ്രതിഷേധമറിയിച്ച് VS മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് അദ്ദേഹത്തിന് വേണ്ടി ഇരട്ടപ്പദവി ഭേദഗതി ബിൽ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ. അപ്രതീക്ഷിത നീക്കത്തിൽ മുനയൊടിഞ്ഞത് പദവിയുടെ പഞ്ചസാര കൊടുത്ത് VSന്റെ വായടപ്പിക്കാൻ നോക്കിയെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന്. അതേസമയം കുമ്മനത്തിന്റെ ഹർജി കാരണമാണ് MK ദാമോദരന് സ്ഥാനമൊഴിയേണ്ടി വന്നതെന്ന VSന്റെ പരാമർശം സർക്കാരിനെ കുത്തിനോവിക്കാനെന്ന് വ്യക്തം. CPMന്റെ രാഷ്ട്രീയ ശത്രുവായ BJPക്ക് മുന്നിൽ ഇടതു സർക്കാർ മുട്ടുമടക്കിയെന്നാണ് പരാമർശത്തിലെ ധ്വനിയെന്നും വ്യാഖ്യാനം. അതുക്കും മീതെ സമിതി. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്കു മീതെ ഉന്നതാധികാര സമിതിയെ നിയമിക്കാൻ ഹൈക്കമാൻഡ് നീക്കമെന്ന് സൂചന. പുതിയ നിലപാട് വിലക്കും ശാസനയും കൊണ്ട് ഗ്രൂപ്പ് അതിപ്രസരത്തിന് തടയിടാനാവില്ലെന്ന ബോധ്യമായതിനെ തുടർന്ന് ഗ്രൂപ്പുകൾക്ക് അതീതമായി തീരുമാനമെടുക്കുന്ന സമിതിയെ ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിക്കും. ഉന്നതാധികാര സമിതി സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള പാർട്ടി MPമാരുമായി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ചർച്ച. നിർദ്ദിഷ്ട സമിതിയിൽ സുധീരൻ, രമേശ്, ഉമ്മൻചാണ്ടി ത്രിമൂർത്തികളും ഉണ്ടാകും. അന്തിമ തീരുമാനത്തിന് മുമ്പ് സമിതി ഇവരുടെ കൂടി അഭിപ്രായം തേടും. മുതിർന്ന നേതാക്കളുടെ സമിതി എന്ന ആശയത്തെ MPമാർ പൊതുവെ അനുകൂലിച്ചതായി സൂചന. സംസ്ഥാനത്ത് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ MPമാരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് കൂടിയാകും നിർദ്ദിഷ്ട സമിതി. അതേസമയം നേതൃമാറ്റ വിഷയത്തിൽ MPമാർ പ്രകടിപ്പിച്ചത് വ്യത്യസ്ത അഭിപ്രായങ്ങളെന്ന് രാഹുൽ ഗാന്ധി. അട്ടിമറിയും അടിയന്തരാവസ്ഥയും. സൈനിക അട്ടിമറി ശ്രമം പൊളിച്ചടുക്കിയ തുർക്കിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് തായിപ്പ് എർദോഗൻ. പുതിയ കരുനീക്കം സൈന്യത്തിൽ തുടക്കമിട്ട ശുദ്ധീകരണത്തിന് കടുപ്പം കൂട്ടുന്നതിന് മുന്നോടിയായി 3 മാസത്തേക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ജനാധിപത്യ ധ്വംസനത്തിന് വേണ്ടിയല്ലെന്നും രാജ്യത്ത് നിയമവും സ്വാതന്ത്ര്യവും പരിരക്ഷിക്കുമെന്നും പ്രസിഡന്റിന്റെ ഉറപ്പ്. സായുധ സേനയിൽ നുഴഞ്ഞുകയറിയ മുഴുവൻ അണുക്കളെയും പുറത്താക്കി സൈന്യത്തെ ശുദ്ധീകരിക്കുമെന്നും എർദോഗൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.